നമസ്കാരം. ബോംബുകൾ പൊട്ടിത്തെറിക്കാൻ മണിക്കൂറുകൾ. ഇറാൻ സമാധാന ചർച്ചകൾ വഴിമുട്ടി. ഇറാൻ സമാധാന ചർച്ചകൾ വഴിമുട്ടുന്നു. നയതന്ത്രം കനൽ വഴിയിലാകുന്നു. US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ല എന്ന നിലപാടിൽ ഉറച്ച് ഇറാനും കരാറിൽ ഒപ്പിടാതെ ഉപരോധം പിൻവലിക്കില്ലെന്ന് ട്രംപും പിടിവാശിയിലായതോടെ വീണ്ടും ബോംബുകൾ പൊട്ടിത്തെറിക്കുവാൻ മണിക്കൂറുകൾ മാത്രമായി. ആഗോള സമ്പദ് വ്യവസ്ഥയെയും പശ്ചിമേഷ്യൻ സുരക്ഷയെയും ഒക്കെ മുൾനിലയിൽ നിർത്തി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ ഇന്ന് നടക്കേണ്ട ഉച്ചകോടിയിൽ ഇറാൻ പങ്കെടുത്തേക്കില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞതോടുകൂടിയാണ് മേഖലയിൽ യുദ്ധഭീതി വീണ്ടും ശക്തമായിരിക്കുന്നത്. US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ എത്തിയിരുന്നു. എന്നാൽ കരാറിൽ ഒപ്പിടാതെ ഉപരോധം പിൻവലിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി വ്യക്തമാക്കിയതോടെ നയതന്ത്ര നീക്കങ്ങൾ പാതി വഴിയിൽ തടസ്സപ്പെട്ടു. അമേരിക്കൻ നാവികസേന ഇറാനിയൻ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതും ഇതിന് മറുപടിയായിട്ട് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതും സ്ഥിതിഗതികൾ ആകെ വഷളാക്കി. ബുധനാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ ധാരണയിൽ എത്തിയില്ലെങ്കിൽ ബോംബുകൾ പൊട്ടിത്തെറിച്ചു തുടങ്ങുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ലോകരാജ്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ ആശങ്കയിലാഴ്ത്തി. ചർച്ചകൾക്കായിട്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രത്യേക പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവർ ഇസ്ലാമാബാദിൽ എത്തുമെന്നാണ് വൈറ്റ് ഹൗസ് നേരത്തെ അറിയിച്ചിരുന്നത്. അനുകൂല സാഹചര്യം ഉണ്ടായാൽ ട്രംപ് നേരിട്ടെത്തി കരാറിൽ ഒപ്പിട്ടേക്കുമെന്നുമുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലിയുള്ള തർക്കമാണ് ചർച്ചകൾ നീണ്ടുപോകുവാൻ പ്രധാന കാരണമായത്. യുറേനിയൻ സമ്പുഷ്ടീകരണം 20 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ 5 വർഷമെന്ന നിലപാടിലായിരുന്നു ഇറാൻ. എന്നാൽ 10 വർഷമെന്ന വിട്ടുവീഴ്ച നിർദ്ദേശം ഇപ്പോൾ പരിഗണനയിൽ വരുന്നുമുണ്ട്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ചർച്ചകളോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും സൈനിക വിഭാഗമായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കടുത്ത എതിർപ്പിലാണ്, കടുത്ത നിലപാടിലാണ്. അമേരിക്കയെ വിശ്വസിക്കാനാവില്ല എന്നുള്ളതാണ് ഇറാന്റെ വാദമെന്ന് പറയപ്പെടുന്നത്. അമേരിക്കയുടേത് വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്നും ഉപരോധം തുടരുന്ന ചർച്ചകൾക്ക് തടസ്സമാണ് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുകയും ചെയ്തു. തങ്ങളെ കീഴടങ്ങാൻ നിർബന്ധിക്കുവാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എങ്കിൽ അതിന് വഴങ്ങില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി തുടർന്ന അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം അത് പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ട നിലയിലുമാണ്. കഴിഞ്ഞ ദിവസം രാത്രി വെറും 3 കപ്പലുകൾ മാത്രമാണ് ഇതുവഴി കടന്നുപോയത്. 27 കപ്പലുകളെ അമേരിക്കൻ സേന തിരിച്ചയച്ചു എന്ന് പറയപ്പെടുന്നു. ഇസ്രായേലും ലബനനും തമ്മിലുള്ള 2ാം ഘട്ട ചർച്ചകൾ വ്യാഴാഴ്ച നടക്കാനിരിക്കെയാണ് ഇറാൻ വിഷയത്തിൽ അനിശ്ചിതത്വം തുടരുന്നത് എന്നുള്ളതാണ്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ ഇറാൻ അമേരിക്ക പോര് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സമാധാന ചർച്ചകൾ വഴിമുട്ടിയാൽ പശ്ചിമേഷ്യയിൽ മറ്റൊരു വലിയ സൈനിക ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ട്രംപ് നൽകിയ സമയപരിധി അവസാനിക്കുവാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലോകം ഉറ്റുനോക്കുന്നത് ഇസ്ലാമാബാദിലേക്കാണ്. ഇറാന്റെ ഭാഗത്ത് നിന്നും സൈനികമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായാൽ അത് നേരിടാൻ തയ്യാറാണ് എന്ന് US പ്രതിരോധ വിഭാഗം അറിയിക്കുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെയുള്ള പരിഹാരം വിദൂരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സമാധാന ചർച്ചകൾ എങ്ങും എത്താതെ പോകുന്നു എന്നുള്ളത് ലോകത്തെ ആശങ്കയാക്കുന്നു എന്നുള്ളതാണ്. കാരണം ബോംബുകൾ പൊട്ടിത്തെറിക്കുവാൻ മണിക്കൂറുകൾ മാത്രമെന്ന ട്രംപിന്റെ വാദം പൂർത്തിയാവുകയോ അല്ലെങ്കിൽ ഇറാന്റെ സമാധാന ചർച്ചകൾ എന്ന് പറയുന്നത് വഴിമുട്ടി മാറുകയോ ചെയ്താൽ വീണ്ടും ഒരു യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും ലോകം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.